എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോഴ്സിന്റെ 13 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു തിയററ്റിക്കൽ നോളജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാത്ത് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യണം. അതായത് ഞാൻ എന്തിനാണ് ക്രിപ്റ്റോയിൽ വന്നത്? ഒരു പക്ക ട്രേഡർ ആയിട്ട്, അതായത് ചാർട്ട് അനാലിസിസ് ഒക്കെ പഠിച്ച് ഒരു ട്രേഡിംഗ് ആണോ നിങ്ങൾക്ക് ഉദ്ദേശം? അത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡിയ വേണം. അത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അത് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ടാസ്കുകൾ എളുപ്പമായിരിക്കുള്ളൂ. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താവണം, മനസ്സിലായില്ലേ? ഇപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ചെറുതിൽ നമുക്ക് എന്താവണം. സോ ഇത് വലിയ മാർക്കറ്റാണ്. സോ ഇവിടെ സ്റ്റോക്ക് പോലെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോറക്സ് പോലെ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഈ ഒരു ഒറ്റ മാർക്കറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ മാർക്കറ്റിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുവാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് ആണോ ഉദ്ദേശം? നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ തിരഞ്ഞെടുക്കുക. നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോക്കൺസ് തിരഞ്ഞെടുക്കുക. കൂടുതൽ ലോങ് ടേമിനായിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ടോക്കൺസ് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക്, ലോ റിസ്ക്, വളരെ റിസ്ക് കുറവുള്ള ടോക്കൺസ് ആയിട്ട് കാറ്റഗറി ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ 1,00,000 രൂപയുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആയ ടോക്കണിൽ ഉറപ്പായിട്ടും ഒരു 10,000 ടു 20,000 രൂപ താഴെയൊക്കെ ഇടാവും. അതായത് ടോട്ടൽ ക്യാപിറ്റലിൽ 10-20% താഴെ ഇടാവും. പിന്നെ ലോ റിസ്ക് ആയ ടോക്കൺസിൽ ഒരു 30-50 ഇടാം. പിന്നെ ബിറ്റ്കോയിനിൽ ബാക്കി ഇടാം. ഇങ്ങനെ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. സോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കൺസിൽ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ SIP എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സേഫസ്റ്റ് വേയിൽ എങ്ങനെ ക്രിപ്റ്റോയിൽ SIP ചെയ്യാമെന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. ഓൾറെഡി പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്കൊരു എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്താണ്. സോ ഈ തവണ ഞാൻ എക്സ്ചേഞ്ച് കണക്കാക്കുന്നില്ല. എക്സ്ചേഞ്ചിനെ എടുത്ത് കളയുവാണ്. നമുക്ക് ഡയറക്റ്റ് നമുക്കത് വാലറ്റിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ SIP എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സോ അത് വേണമെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ എടുക്കുക. 2, ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ചാർട്ട് അനാലിസിസ് വെച്ചിട്ട് ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്ത് ടോക്കൺസിൽ ട്രേഡിംഗ് ആണോ പഠിക്കാനുള്ളത്. അതായത് നമുക്ക് ഈ പറയുന്ന ചാർട്ട് പാറ്റേൺസ്, ചാർട്ട് അനാലിസിസ്, ഇൻഡിക്കേറ്റേഴ്സ്, പല പല മെത്തേഡ്സ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്കൊരു പക്ക ട്രേഡർ ആവണം എന്നാണ് ഉദ്ദേശം. എന്നാൽ ആ വഴിക്ക് നിങ്ങൾക്ക് പോകാം. 3, ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രം ഉള്ള ഒരു മെത്തേഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ്, പാസീവ് ഇൻകം. അതായത് ക്രിപ്റ്റോ മാർക്കറ്റിൽ നമുക്ക് ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പോലും ഈ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ഇവിടെ പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന മെത്തേഡ്സ്, സോ ഇതിനെക്കുറിച്ച് വളരെ ആൾക്കാർ കുറവാണ് പറഞ്ഞു തരുന്നത്. സോ ട്രേഡിംഗ് ഒക്കെ ഞാൻ കൊണ്ടുവരാം, കാരണം നമ്മുടെ ഈ സീരീസ് വലിയ സീരീസാണ്. സോ കുറച്ച് ഈ പറയുന്ന ഡെക്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ട്രേഡിങ്ങിലോട്ടൊക്കെ വരാം. സോ ഇതും ഒരു ട്രേഡിംഗ് ആണ്. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയെക്കുറിച്ച് പഠിക്കണം, ക്രിപ്റ്റോയുടെ ഫണ്ടമെൻ്റൽസ് പഠിക്കണം. എന്തൊക്കെയാണ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ വേർഡ്സ് കാണും. ഈ വേർഡ്സൊക്കെ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് വേൾഡ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. സോ ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. സോ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആദ്യത്തെ ടോപ്പിക്കായിട്ട്. സോ ഡീസെൻട്രലൈസ്ഡ് വേൾഡ്. സോ ഡീസെൻട്രലൈസ്ഡ് വേൾഡിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, സതോഷി നൊക്കോമോട്ടോ ബിറ്റ്കോയിൻ എന്തിനാണ് കൊണ്ടുവന്നത്? പിയർ ടു പിയർ ട്രാൻസാക്ഷൻ കൊണ്ടുവരാനായിട്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു അതോറിറ്റി ഓർ മാനേജ്മെൻറ്റിൻ്റെയോ ഒരാളുടെ ഇടപെടലില്ലാതെ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് ടോക്കൺസ് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്, ദാറ്റ്സ് ബിറ്റ്കോയിൻ. സോ അതേപോലത്തെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഡീസെൻട്രലൈസ്ഡ് വേൾഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വേണം. അതായത് നമ്മുടെ കയ്യിലൊരു വാലറ്റ് വേണം. എന്തിന്? ഈ ടോക്കൺസൊക്കെ സൂക്ഷിക്കാനും ഈ ടോക്കൺസൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനും എല്ലാത്തിനും
നമ്മുടെ കയ്യിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വേണം. 2 നമ്മൾ ഈ വാലറ്റിനകത്തൂടെ എന്താണോ ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് ഡിആപ്പ് എന്ന് പറയാം. സോ നമ്മുടെ വാലറ്റിനകത്ത് നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാം. ഞാൻ എതീരത്തിൻ്റെ വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. തിയററ്റിക്കൽ. ഇനി നമ്മൾ പ്രാക്ടിക്കലാണ് നോക്കുന്നത്. സോ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്സ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലോക്ക് ചെയിൻ മാത്രമേ ഉള്ളൂ. ഒരു മാനേജ്മെൻറ്റ്, ഒരു അതോറിറ്റി ഒന്നുമില്ല. ഈ ഒരു വാലറ്റിൻ്റെ പ്രത്യേകത നിങ്ങളും ആ വാലറ്റും അല്ലാതെ വേറെ ഒരു തേർഡ് പാർട്ടിക്ക് അവർ ഈ ഒരു നമ്മുടെ പാസ് കീ ഷെയർ ചെയ്യത്തില്ല. ഈ വാലറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പബ്ലിക് കീയും ഒരു പ്രൈവറ്റ് കീയും ഉണ്ട്. ഇതെല്ലാം ഞാൻ എഴുതിയതിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ തിയറി വരുമ്പോൾ ഒന്ന് എടുത്ത് പറയാം. അപ്പോൾ പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത്. ആ വാലറ്റുകാർക്ക് പോലും അത് അക്സസബിൾ അല്ല. അതിലെ ഫണ്ട് ഈ പറയുന്ന പ്രൈവറ്റ് കീയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ പ്രൈവറ്റ് കീ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 1000 കോടി അതിനകത്ത് കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല. അതാണ് ഫാക്റ്റ്. സോ അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡിലേക്ക് വരുമ്പോൾ ഓരോ കാര്യങ്ങളും കെയർഫുള്ളായിട്ട് നോക്കി വേണം ചെയ്യാൻ. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ഫുൾ ഫണ്ടും പോയിട്ട് ഇരുന്ന് കരയാൻ. അനുഭവമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളെ പരിചയപ്പെടാം. ഒരുപാട് വാലറ്റുകളുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനകത്തൊന്നും ഫണ്ടില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വാലറ്റുകൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നിനുമല്ല. സോ നമുക്ക് ഓരോ ടാസ്കുകൾ ചെയ്യണം, ഓരോ പുതിയ പ്രോജക്റ്റ് ട്രൈ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഓരോ വാലറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ വാലറ്റുകളെ പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് പോകാം. മൊബൈൽ വാലറ്റുകളിൽ കേമൻ എന്നറിയപ്പെടുന്ന ആളാണ് ട്രസ്റ്റ് വാലറ്റ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈലിൽ യൂസ് ചെയ്യാൻ, അതായത് ക്രിപ്റ്റോ നമുക്ക് വാലറ്റിൽ സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാലറ്റുകൾക്ക് ഏതൊരു വാലറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴും പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കും. ആ പ്രൈവറ്റ് കീ വച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ വാലറ്റിലും ലോഗിൻ ചെയ്യാം. ഇത് മൈൻഡിലുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ വാലറ്റിൽ കിട്ടുന്ന ഇതേ പ്രൈവറ്റ് കീ വച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഏത് വാലറ്റും ലോഗിൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ്. കാരണം ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്ലോക്ക് ചെയിനിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ ഇത് വെച്ചിട്ട് എല്ലാം ലോഗിൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഒരു വാലറ്റാണ് ഹാക്ക് ആവുന്നതെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒറ്റ കീയാണ് യൂസ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എല്ലാ വാലറ്റും ഹാക്കായെന്നർത്ഥം. അപ്പോൾ ഡിഫറെൻറ്റ് വാലറ്റ്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. കാരണം ഡിഫറെൻറ്റ് വാലറ്റ് യൂസ് ചെയ്യാൻ പഠിക്കുക. ഒരു ബുക്ക് വാങ്ങിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. ഒരിക്കലും മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാലറ്റ് എൻ്റെ മൊബൈലിൽ കാണും, എൻ്റെ മെയിലിലെ ക്ലൗഡിൽ കാണും എന്നൊന്നും പറയരുത്. അനുഭവമുണ്ട്. ബൈനാൻസിൻ്റെ വെബ്3 വാലറ്റ് ആപ്പിളിൻ്റെ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ച ഞാനാണ്. ഇപ്പോൾ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റണില്ല. അതിനകത്ത് അങ്ങനെ ഒരു വാലറ്റ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവിടെ ഈ പറയുന്ന പ്രൈവറ്റ് കീ ഇല്ല. അവിടെ വേറൊരു രീതിയിലാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വാലറ്റുകളിൽ ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റാണ് ഏറ്റവും ആദ്യം വരുന്നത്. സെക്കൻഡ് നമുക്ക് മെറ്റാമാസ്ക് നോക്കാം. സെക്കൻഡ് മെറ്റാമാസ്ക്. മെറ്റാമാസ്ക് എന്ന് പറയുമ്പോൾ എത്തീരിയത്തിൻ്റെ ഓൺ വാലറ്റ്. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുമ്പോൾ ബൈനാൻസിൻ്റെ അല്ലെങ്കിൽ BNBയുടെ ഓൺ വാലറ്റ് എന്ന് നമുക്ക് പറയാം. ഓരോ ബ്ലോക്ക് ചെയിനിനും അവരുടേതായ വാലറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ ആ ബ്ലോക്ക് ചെയിന് ഏറ്റവും കൂടുതൽ കമ്പാറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന വാലറ്റുകളാണ്. ഇപ്പോൾ ട്രോണിന് ഉള്ളത് നമുക്ക് ട്രോൺ ലിങ്ക് പ്രോ എന്ന് പറയുന്ന വാലറ്റാണ്. ട്രോൺ എന്ന് പറയുന്നത് ട്രോൺ ലിങ്ക് പ്രോ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോൺ ലിങ്ക് പ്രോ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് TRX അല്ലെങ്കിൽ ട്രോൺ എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കിൽ ഏറ്റവും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന വാലറ്റ്. ഇനി നമ്മൾ TON എന്ന് പറയുന്ന ടോണിന് ടോൺ കീപ്പർ എന്ന് പറയുന്ന ഒരു വാലറ്റ് ഉണ്ട്. ടോൺ കീപ്പർ. സോ ഈ വാലറ്റ് ഇതെല്ലാം ഒരുപാട് വാലറ്റുകളുണ്ട്. ഞാൻ മെയിൻ മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. സോ ഇതാണ് ടോൺ കീപ്പർ എന്ന് പറയുന്നത്. സോ ടോൺ കീപ്പർ പ്രോ അല്ല, ടോൺ കീപ്പർ വാലറ്റ്. സോ ടോൺ കീപ്പറിലാണ് നമുക്ക് ടോണിൻ്റെ എക്കോസിസ്റ്റം ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി സൊലാനോയുടെ എക്കോസിസ്റ്റം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഫാൻഡം എന്ന് പറയുന്ന വാലറ്റാണ്. സോ ഫാൻഡം എന്ന് പറയുന്ന വാലറ്റാണ് സൊലാനോ എന്ന് പറയുന്ന എക്കോസിസ്റ്റം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി സുയി എന്ന് പറയുന്ന ടോക്കണിൻ്റെ വാലറ്റ് എന്ന് പറയുന്നത് സുയി വാലറ്റ്. കാരണം അവരുടെ ഓൺ സുയിയുടെ വാലറ്റാണ് സുയി വാലറ്റ് വരുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ മെറ്റാമാസ്കിൽ സുയി എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യത്തില്ല.
മെറ്റാമാസ്കിൽ ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു വാലറ്റിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ മെറ്റാമാസ്കിൽ ട്രോൺ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഓരോ ബ്ലോക്ക് ചെയിനും അത് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാ വാലറ്റുകളിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ആവത്തില്ല. അപ്പോൾ അവരുടേതായ വാലറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ സീഡ് ഫ്രൈസ് വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റേതായ വാലറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ എക്സ്ചേഞ്ചുകൾ പല പല എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ സുയി കഴിഞ്ഞിട്ട് കെപ്ലർ എന്ന് പറയുന്ന വാലറ്റാണ് ആറ്റം എക്കോസിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പോൾ INJ, ലൂണ, ആറ്റം, ടിയ, TOM അങ്ങനെ ഒരുപാട് ആ ഒരൊറ്റ എക്കോസിസ്റ്റത്തിൽ വരുന്ന വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം ഈ കെപ്ലറിലായിരിക്കും സപ്പോർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ഓരോ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റേതായ വാലറ്റുകൾ നമുക്ക് വരാൻ പറ്റൂ. ഇപ്പോൾ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് നാളെ മാർക്കറ്റിൽ ഇറങ്ങുന്നു. ആ പ്രോജക്റ്റിന് സ്വന്തമായിട്ടൊരു വാലറ്റ് കാണും. ഇപ്പോൾ സുപ്ര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങി സുപ്ര. ഈ സുപ്രയ്ക്ക് ഒരു വാലറ്റ് ഉണ്ട്. സ്റ്റാർ കീ എന്ന് പറയുന്ന ഒരു വാലറ്റാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന സുപ്ര എന്ന് പറയുന്ന പ്രോജക്റ്റിൽ വരുന്നത്. ഇപ്പോൾ സ്റ്റാർക്ക് നെറ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്രോജക്റ്റിന് മറ്റൊരു വാലറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വാലറ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. എക്സ്ചേഞ്ച് പോലെ തന്നെ ഒരുപാട് വാലറ്റുകളുണ്ട്. സോ ഈ വാലറ്റുകളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മൊബൈലിനേക്കാളും ഇതെല്ലാം നമ്മുടെ ക്രോം പോലത്തെ വെബ് ബ്രൗസറിലാണ് ഏറ്റവും എളുപ്പം. എന്ന് വെച്ചാൽ അതിലൊക്കെ എക്സ്റ്റൻഷൻസ് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഈ ഒരു വാലറ്റിനെ ഇൻസ്റ്റാൾ ചെയ്ത് എക്സ്റ്റൻഷൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്യാം. സോ അതിലോട്ടൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പല പല വാലറ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് ഓരോ എക്സ്ചേഞ്ചിനും അവരുടേതായ ഇതേപോലത്തെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉണ്ട്. ഇപ്പോൾ ബൈനാൻസിൻ്റെ വെബ്3 വാലറ്റ് എന്ന് പറയും. OKXൻ്റെ വാലറ്റ് എന്ന് പറയും. ഇപ്പോൾ ഗേറ്റ്വേയൊക്കെ ഉണ്ട് വാലറ്റ്. അങ്ങനെ എല്ലാ എക്സ്ചേഞ്ചിനും അവരുടേതായ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ ആ എക്സ്ചേഞ്ചിൽ നിന്ന് ഫണ്ട് ഈസി ആയിട്ട് വാലറ്റിലേക്ക് മാറ്റാനും പെട്ടെന്നൊന്ന് ഷിഫ്റ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി. അപ്പോൾ അതിനാണ് അവർ ആ ഒരു പ്ലാറ്റ്ഫോമുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഓരോ വാലറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ട്രസ്റ്റ് വാലറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവും. ട്രസ്റ്റ് വാലറ്റ് എന്നാണ് പേര്. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. സോ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. സോ നമ്മൾ ആദ്യമായിട്ടൊരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഓൺ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്, ആഡ് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈവറ്റ് കീ വെച്ച് ആഡ് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റ് കൊടുത്ത് നമുക്ക് കയറാം. അല്ലെങ്കിൽ വ്യൂ ഒൺലി വാലറ്റായിട്ട് നമുക്ക് കയറാം. അല്ല ഇപ്പോൾ പുതുതായിട്ടൊരു വാലറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുതുതായിട്ട് ആ ഒരു വാലറ്റ് ഉണ്ടാക്കുക തന്നെ വേണം. സോ ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് പല പല ലെവലിലേക്ക്. ഷിഫ്റ്റ് ബേറ്റ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന സീക്രട്ട് ഫേസ് വെച്ച് തന്നെ ഒരു വാലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സീക്രട്ട് ഫേസ് ആണ് നമുക്ക് ഈ പറയുന്ന പ്രൈവറ്റ് കീ എന്ന് ഞാൻ പറഞ്ഞ കാര്യം. സോ ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നതാണ് സീക്രട്ട് ഫേസ്. സീക്രട്ട് ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റാൻഡമായിട്ട് ആ ബ്ലോക്ക് ചെയിൻ തന്നെ ഒരു 12 അല്ലെങ്കിൽ 24 വേർഡ്സ് നമ്മുടെ മുന്നിലേക്ക് തരും. അത് ഓരോ കറക്റ്റ് ഓർഡറിലായിരിക്കും. 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 12 വേർഡ്സ് കാണും. ആ 12 വേർഡ്സും നമ്മൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം. ആ 12 വേർഡ്സ് ആണ് നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ നിങ്ങളുടെ കോഡ്. ഇതിൽ ഒരക്ഷരം ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡിൽ ആപ്പ് എന്നാണ് നിങ്ങൾ എഴുതി വെച്ചെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ കാര്യം. സോ അത് എടുത്തെടുത്ത് ഞാൻ പറയുവാണ്. അപ്പോൾ ഇനി സീഡ് ഫ്രൈസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുവാണ്. സോ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ബാക്കപ്പ് മാനുവലിയാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ടിക്കൊക്കെ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുവാണ്. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു 12 സീഡ് ഫ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. സോ ഈ സീഡ് ഫ്രൈസ് ഒരിടത്തും ഷെയർ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. സോ ആ ഒരു സീഡ് ഫ്രൈസ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല. അതിവിടെ ബ്ലാക്ക് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഞാനിത് സേവ് ചെയ്ത് വയ്ക്കുവാണ്. സോ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമുക്ക് ആ സീഡ് ഫ്രൈസ് നമ്മൾ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് കൊടുക്കാനായിട്ട്. സോ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് അവർ ആ സീഡ് ഫ്രൈസിലെ വേർഡ്സ് നമ്മളോട് ചോദിക്കും. ഏത് വേർഡാണ് ഈ പറയുന്ന വേർഡ് 1 വേർഡ് 4 ഏത് വേർഡാണ് നമ്മൾ കൊടുക്കുന്നത് അവർ കറക്റ്റായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വാലറ്റ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് യൂസിങ് ട്രസ്റ്റ് വാലറ്റ് ഓക്കെ അലോ ഹിയേഴ്സ് ക്ലെയിം 100 പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ അത് ട്രസ്റ്റ് വാലറ്റിൻ്റെ എന്തൊക്കെ കോസ്റ്റാണ്. സോ ഡെയിലി ചെക്കറും പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഈ കോസ്റ്റിൽ വെച്ചിട്ട് പോയിന്റ്സ് ട്രാക്കറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാലറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ വാലറ്റ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. സോ ഈ വാലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇ വി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാലറ്റാണ്. ഇ വി എം മീൻസ് എതീരിയം വിർച്വൽ മെഷീൻ. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് പല നെറ്റ്വർക്കിനും സെയിം അഡ്രസ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എതീരിയത്തിൻ്റെ അഡ്രസ്സ് എടുത്ത് നോക്കുവാണ്. എതീരിയത്തിൻ്റെ റിസീവ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് എൻ്റെ ഈ ഒരു വാലറ്റിൻ്റെ എതീരിയത്തിൻ്റെ റിസീവ് അഡ്രസ്സ്. സോ ഈ ഒരു സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മളിനി പോളിഗണിലേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കും ബി എൻ ബിയിലേക്ക് നമ്മൾ പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ സെയിം അല്ല. കാരണം ബിറ്റ്കോയിന് വേറെ ബ്ലോക്ക് ചെയിനാണ്. ബിറ്റ്കോയിനിൽ അഡ്രസ്സ് തുടങ്ങുന്നത് BC1 എന്ന് പറഞ്ഞിട്ടാണ്. ട്രോൺ തുടങ്ങുന്നത് T വച്ചിട്ടാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ നെറ്റ്വർക്കിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇ വി എം എന്ന് പറയുമ്പോൾ എതീരിയം വിർച്വൽ മെഷീൻ. അത് എതീരിയമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പോളിഗൺ, BNB അങ്ങനെയുള്ള കുറച്ച് ടോക്കൺസ് ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു സെയിം നെറ്റ്വർക്കിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. സോ ഇങ്ങനെ നമ്മളൊരു വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരൊറ്റ വാലറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ മെയിൻ വാലറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ആഡ് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റ് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഒരുപാട് വാലറ്റ്സ് ഇങ്ങനെ തന്നെ ഒറ്റ ആപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അത് ഓരോന്നിനും ഓരോ സീഡ് ഫ്രൈസും കാര്യങ്ങളും ആയിരിക്കും. അത് എല്ലാം എഴുതി തന്നെ വയ്ക്കണം. ഒറ്റ സീഡ് ഫ്രൈസ് എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് 9 എണ്ണോ അല്ലെങ്കിൽ 10 എണ്ണോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം വരത്തില്ല. ഓരോന്നിനും ഓരോന്നാണ്. സോ അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനി ഇവിടെ ഏറ്റവും താഴെ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ സ്വാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടോക്കണിൽ നിന്ന് മറ്റൊരു ടോക്കണിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ഒരു ടോക്കണിൽ നിന്ന് മറ്റൊരു ടോക്കണിലേക്ക് മാറ്റാനായിട്ട്. ഇനി ഏൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഏൺ എന്ന് പറയുന്ന സെക്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോഞ്ച് പൂള്, ലോഞ്ച് പാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. കാരണം ട്രസ്റ്റ് വാലറ്റ് ബാക്ക് എൻഡ് ചെയ്യുന്നത് ബൈനാൻസ് ആണ്. അപ്പോൾ ബൈനാൻസിൻ്റെ ഈ പറയുന്ന പൂൾസ് ഒക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഡിസ്കവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഡി ആപ്പിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ പ്ലേസ് ചെയ്ത് കൊടുത്ത് വാലറ്റ് കണക്ട് ചെയ്ത് ഡി ആപ്പിൽ ഓരോരോ പ്രോസസ്സ് നമ്മൾ ചെയ്യാനുള്ളൂ. ഇനി ട്രസ്റ്റ് വാലറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോയിൻസ് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇപ്പം ജിയോടെസ് എങ്കിൽ ജിയോടെസ്, ബൈനാൻസ് എങ്കിൽ ബൈനാൻസ്, അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ടേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ. ഇനി ട്രസ്റ്റ് വാലറ്റിൻ്റെ ഈ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ സെക്യൂരിറ്റി മാറ്റാം, ഈ പ്രൈസ് അലേർട്ട് മാറ്റാം, അഡ്രസ് ബുക്ക് സെറ്റ് ചെയ്യാം, വാലറ്റ് കണക്ട്, സ്കാൻ QR കോഡ്, അതായത് കമ്പ്യൂട്ടറിൽ ഒരു QR കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാലറ്റിൻ്റെ ഈ സ്കാൻ QR വെച്ച് തന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പുതിയൊരു ടോക്കൺ ആഡ് ചെയ്യണമെന്നെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഈ ഹോമിൻ്റെ അടുത്തുള്ള ഇവിടെ പോയിട്ടാണ് നിങ്ങൾക്ക് മറ്റ് നെറ്റ്വർക്ക്സ് ഇതിലേക്ക് എനേബിൾ ചെയ്യാനുള്ളത്. അതായത് ട്രസ്റ്റ് വാലറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടോക്കൺസ് ഈ ഒരു വാലറ്റിൽ വരും. ഒരുപാട് നെറ്റ്വർക്ക്സ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ, എതീരിയം, BNB, പോളിഗണ്, പിന്നെ കഡാനോ, XRP, സൊലാനോ, ഡോജ് കോയിൻ, പൊൽക്ക, അവലാഞ്ച്, ട്രോണ്, ലൈറ്റ് കോയിന്, crypto.com, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നിയർ, ടോണ്, ബിറ്റ്കോയിൻ ക്യാഷസ്, XLM, ആറ്റം, അൽഗോറാൻഡ്, എതീരിയം ക്ലാസിക്, ആപ്റ്റോസ്, വിചെയിൻ, ഫയൽ കോയിൻ, ടെസോസ്, പിന്നെ വരുന്നത് തീറ്റ, ഹോബി കോയിൻ, ഫാൻഡം, ആർബിട്രം, സുയി, INJ, ISDL, അങ്ങനെ ഒരുപാട്. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് പല കോയിൻസിൻ്റെ പേര് എനിക്കറിയാം. കാരണം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് പലതിൻ്റെയും പേരറിയാം. പലതും ഞാൻ വാങ്ങിയിട്ടുണ്ട്, പലതും ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു
ബാറിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൻ സ്ക്രീമിലേക്ക് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലേക്ക് ഈ ഒരു ടോക്കൺസ് ഒക്കെ എനേബിൾ ആവുന്നത്. അതിപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ വേണം നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പല കോയിൻസും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നേറ്റീവ് സെറ്റാ ചെയിനും സെറ്റാ ഇ വി എം എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇ വി എം എന്ന് പറയുമ്പോൾ എതീരിയം വിർച്വൽ മെഷീൻ കമ്പാറ്റബിൾ ആയ സെറ്റാ നെറ്റ്വർക്കാണ്. എന്നാൽ നേറ്റീവ് സെറ്റാ ചെയിൻ എന്ന് പറയുന്നത് അവരുടെ ഓൺ ബ്ലോക്ക് ചെയിനാണ്. ഇത് മനസ്സിലാക്കാതെ രണ്ട് അഡ്രസ്സാണ്. ഇത് മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചാൽ അവിടെയും ഫണ്ട് പോകും. സോ ഇവിടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ട ഒരുപാട് കോയിൻസ് ഇവിടെ എനേബിൾ ആയണ്ട. ഇങ്ങനെ നമുക്ക് കോയിൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത്. ഇതല്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാനും പറ്റും. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മെറ്റാമാസ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ആയ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.